ഇനി എല്ലാ ആഘോഷങ്ങളും കവിതയിൽ നിന്നാകും. കവിത ഗോൾഡൻ ഡയമണ്ട്സ്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി ഫെഡറേഷന്റെ വില്ലേജ് ഓഫീസ് മാർച്ചും ധർണയും ഓങ്ങല്ലൂർ 2 വില്ലേജിൽ നടന്ന ധർണ കോടിയിൽ രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കർഷക തൊഴിലാളി പെൻഷൻ ഉപാധിരഹിതമായി നിർണ്ണയിക്കുക, പെൻഷൻ 3000 രൂപയാക്കി വർദ്ധിപ്പിക്കുക, അതിവർഷ ആനുകൂല്യം 1 ലക്ഷം ലഭ്യമാക്കുക, കുടിശ്ശികയുള്ള ആനുകൂല്യങ്ങൾ കൊടുത്തു തീർക്കാൻ സർക്കാർ ഗ്രാന്റ് അനുവദിക്കുക തുടങ്ങിയ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി ഫെഡറേഷന്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാനത്തെ മുഴുവൻ പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ വില്ലേജ് ഓഫീസ് മാർച്ചും ധർണയും നടത്തിയത്. ഓങ്ങല്ലൂർ 2 വില്ലേജ് ഓഫീസിന് മുന്നിൽ നടന്ന ധർണ AITC സംസ്ഥാന കമ്മിറ്റി അംഗം കോടിയിൽ രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഇത്തരത്തിലുള്ള ധർണാ സമരങ്ങൾ നടന്നുവരികയാണ്. ഈ സമരത്തിന് ആധാരമായ പ്രധാന വിഷയങ്ങൾ പെൻഷൻ 3000 രൂപയായി വർദ്ധിപ്പിക്കുക എന്നുള്ളതും അതോടൊപ്പം തന്നെ അതിവർഷ ആനുകൂല്യം ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്ന 25,000 രൂപയിൽ നിന്ന് 1 ലക്ഷം രൂപയായി വർദ്ധിപ്പിക്കണമെന്നുമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ആവശ്യം തൊഴിലുറപ്പ് തൊഴിലാളികളുടെ ദിനം വർഷത്തിൽ 200 ദിവസവും 600 രൂപ കൂലിയും നൽകണമെന്നുള്ളതാണ്. ഈ അതിവർഷാനുകൂല്യവും തൊഴിലാളികളുടെ ക്ഷേമനിധിയിൽ നിന്ന് കിട്ടാനുള്ള ആനുകൂല്യങ്ങളും വർഷങ്ങളായി കുടിശ്ശികയാണ്. ആ കുടിശ്ശിക കൊടുത്തു തീർക്കുവാൻ വേണ്ടി മാച്ചിങ് ഗ്രാന്റ് ഇന്ന് നൽകിക്കൊണ്ടിരിക്കുന്ന 625 രൂപ അതിൽ നിന്നും 2500 രൂപയായി വർദ്ധിപ്പിക്കണമെന്നാണ് മറ്റൊരു ആവശ്യം. ഈ മാച്ചിങ് ഗ്രാന്റ് ഈ 1974 സഖാവ് അച്യുതമേനോൻ മന്ത്രിസഭയാണ് കർഷക തൊഴിലാളി നിയമം കൊണ്ടുവന്നത്. 74 കൊണ്ടുവന്ന ഈ നിയമപ്രകാരം 1980 മുതൽ കർഷക തൊഴിലാളികൾക്ക് 45 രൂപ പെൻഷൻ ആദ്യമായി അനുവദിക്കുകയുണ്ടായി. BKMU ജില്ലാ കമ്മിറ്റി അംഗം മുഹമ്മദ് നമാനു അധ്യക്ഷനായിരുന്നു. AITUC മണ്ഡലം കമ്മിറ്റി അംഗം PK ധർമ്മദാസ്, CPI ലോക്കൽ സെക്രട്ടറി പ്രശാന്ത് തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു.